ബ്യൂട്ടിഫുൾ ഫുട്ബോൾ അതിന്റെ പീക്കിലാണ്. ഡോൺ കാർലോയുടെ ബ്രസീൽ വിശ്വരൂപത്തിന്റെ മിന്നലാട്ടങ്ങൾ മാത്രം കാട്ടിയതും പെനാൽറ്റി ഷൂട്ടൌട്ടിന്റെ നിർഭാഗ്യത്തിന്റെ രൂപത്തിൽ പരാഗ്വേക്ക് മുന്നിൽ ജർമ്മനിക്ക് കാലിടറിയതും അതുപോലെ തന്നെ മൊറോക്കോയോട് നെതർലൻഡ്സ് ഷൂട്ടൌട്ടിൽ തോറ്റ് പുറത്തായതും ഈ ലോകകപ്പിലെ ഓർത്തുവെക്കാവുന്ന സുന്ദര നിമിഷങ്ങളായി ശേഷിക്കും. ഏഷ്യയുടെ ആകെ പ്രതീക്ഷയായി ലോകകപ്പിൽ നിറഞ്ഞു നിന്ന മൊറിയാസുവിന്റെ സമുറായ് ബ്ലൂസിന് നാട്ടിലേക്ക് മടക്ക ടിക്കറ്റ് അയച്ചു കൊടുത്ത് കാനറിപ്പട റൗണ്ട് ഓഫ് 32-ലെ പോരാട്ടങ്ങൾക്ക് തകർപ്പൻ തുടക്കമാണ് ഇട്ടത്. ഒരു ബ്രസീൽ ആരാധകനെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് ഏറെ സംതൃപ്തി പകരുന്ന ഒരു ദിവസമാണിത്. ബ്രസീലിന്റെ പുതുതലമുറ ലോകകപ്പിൽ എതിരാളികൾക്ക് മുന്നിൽ വലിയൊരു അപായ സൂചന മുഴക്കിക്കഴിഞ്ഞു. ആൻസെലോട്ടിയുടെ ബ്രസീൽ 6ാം ലോക കിരീടത്തിൽ കണ്ണുടക്കി തന്നെയാണ് പന്തു തട്ടുന്നതെന്ന് ഇന്നലത്തോടെ വ്യക്തമായി. കാൽപന്താരാധകർക്ക് കണ്ണടയ്ക്കാൻ പോലും കഴിയാത്ത ഒരു രാത്രിയാണ് കടന്നുപോയത്. ജപ്പാനെയും ജർമ്മനിയെയും പോലുള്ള ടീമുകൾക്ക് ദുസ്വപ്നം പോലൊരു രാത്രിയായിരുന്നു. പിന്നാലെ നേരം പുലർന്നപ്പോൾ ഷൂട്ടൌട്ടിലെ ദൗർഭാഗ്യം 2ാം റൗണ്ടിൽ ഓറഞ്ച് പടയ്ക്കും വിനയായി. ബ്രസീൽ ജപ്പാൻ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ജപ്പാൻ മികച്ച ഫൈറ്റാണ് ബ്രസീൽ നൽകിയത്. സമുറായ് പടയോട് ഒരു ഗോളിന് പിന്നിലായിട്ടും 2ാം പകുതിയിൽ ജപ്പാന്റെ കയ്യിൽ നിന്നും മത്സരം തട്ടിയെടുക്കുന്ന ഉശിരൻ പ്രകടനമാണ് ആൻസലോട്ടിയുടെ ബ്രസീൽ സെക്കൻഡ് ഹാഫിൽ നടത്തിയത്. അർഹിച്ചൊരു കംബാക്കായിരുന്നു കാനറി പടയുടേത്. ഡാനിലോയുടെ ഒരു മിസ്പാസിൽ നിന്ന് ലഭിച്ച പന്തുമായി കുതിച്ചെത്തി ആദ്യം ബ്രസീലിന്റെ വലകുലുക്കിയത് ജപ്പാനായിരുന്നു. കൈഷു സാറോയുടെ ആ ബ്രില്യൻ സോളോ റണ്ണിനൊപ്പം മിഡ്ഫീൽഡിൽ കസമറോയുടെ ആ ലേസി ആറ്റിറ്റ്യൂഡ് റണ്ണും 29ാം മിനിറ്റിൽ പിറന്ന ആ സുന്ദരമായ ഗോളിന് വഴിയൊരുക്കി. എന്നാൽ 2ാം പകുതിയിൽ ഡോൺ കാർലോയുടെ ബ്രസീൽ തനി നിറം തന്നെ പുറത്തെടുത്തു. എൻട്രിക്കിനെയും ഗബ്രിയൽ മാർട്ടിനെല്ലിയെയും ആക്രമണ നിലയിലേക്ക് തുറന്നുവിട്ട ആൻസലോട്ടി ബ്രസീൽ അറ്റാക്കിങ്ങിനെ സ്വതന്ത്രമായി വിഹരിക്കാൻ വിട്ടു. ബ്രസീലിന്റെ ഹൈ പ്രസിംഗിനും അതിവേഗമുള്ള അറ്റാക്കിംഗ് ഗെയിമിനും പിന്നാലെയാണ് കസമറയുടെ സമനില ഗോൾ പിറന്നത്. സെക്കൻഡ് ഹാഫിൽ പിന്നീട് അങ്ങോട്ടേക്ക് ഡോണും പിള്ളേരും ചേർന്ന് കളി അങ്ങ് തൂക്കി. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെയുള്ള മിന്നലാക്രമണങ്ങൾ ബ്രസീൽ മിഡ്ഫീൽഡ് നനഞ്ഞെടുത്തു. ഇടത് വിങ്ങിൽ നിന്നും കട്ട് ചെയ്ത് കയറി വിനീഷ്യസ് ജൂനിയർ ഉതിർത്തൊരു തകർപ്പൻ ഷോട്ട് ജപ്പാന്റെ പോസ്റ്റിൽ തട്ടി മടങ്ങിയത് ഏറെ അവിശ്വസനീയമായിരുന്നു. ആൻസലോട്ടിയുടെ ഫസ്റ്റ് ചോയ്സ് മിഡ്ഫീൽഡർ ലൂക്കാസ് പക്കേറ്റ അല്പം നിറമങ്ങിയെങ്കിലും ആദ്യാവസാനം വരെ കാനറിപ്പടയ്ക്കായി കളി മെനഞ്ഞത് ബ്രൂണോ ഗിമാറസ് ആയിരുന്നു. വലതുവിങ്ങിൽ ഗിമാറസ് റയാൻ സഖ്യം 1-to-1 റണ്ണുകളിലൂടെയും കുറിയ പാസുകളിലൂടെയും ജപ്പാൻ പ്രതിരോധത്തിന് നിരന്തരം ഭീഷണി ഉയർത്തി. ജപ്പാന്റെ പ്രതിരോധ നിരയുടെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. തനിഗുച്ചിയും തോമിയാസും ഇറ്റോയുമെല്ലാം ബ്രസീലിന്റെ മുന്നേറ്റങ്ങൾ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തി. ജപ്പാൻ ഗോളി സിയോൺ സുസുക്കിയുടെ 5 മിന്നും സേവുകൾ കൂടി ഉണ്ടായിരുന്നില്ലെങ്കിൽ മത്സരഫലം മറ്റൊന്നായേനെ. ബ്രസീലിന്റെ ഡിഫൻസിൽ ഡാനിലോ അല്പം നിറമങ്ങിയെങ്കിലും മറ്റെല്ലാവരും മികച്ച ഫോമിലായിരുന്നു. ഈ ലോകകപ്പിൽ നോക്കൌട്ട് ഘട്ടത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ പുറത്താക്കുന്ന ആദ്യ ടീമായി ജർമ്മനിയും പിന്നാലെ 2ാമത്തെ ടീമായി നെതർലൻഡ്സും മാറി. ലാറ്റിൻ അമേരിക്കൻ ശക്തികളായ പരാഗ്വേയാണ് 2ാം റൗണ്ടിൽ ജർമ്മനിയുടെ വഴിമുടക്കിയത്. നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈമിലും മത്സരം 1-1 സമനില പാലിച്ചതോടെയാണ് പെനാൽറ്റി ഷൂട്ടൌട്ട് വേണ്ടി വന്നത്. 42ാം മിനിറ്റിൽ ജൂലിയോ എൻസിസോയാണ് പരാഗ്വേക്കായി ആദ്യം ഗോൾ അടിച്ചത്. 54ാം മിനിറ്റിൽ കായ് ഹാവേർട്സ് ആണ് സമനില ഗോൾ കണ്ടെത്തിയത്. ഷൂട്ടൌട്ടിൽ ജർമ്മനിയുടെ ഹാവേർട്സ്, നിക് വോൾട്ട്മേഡ് എന്നിവരുടെ കിക്ക് പാഴായി. അതേസമയം അവസാന 2 പരാഗ്വേ താരങ്ങളുടെ കിക്കും ലക്ഷ്യത്തിലെത്തിയില്ല. അതോടെ ഷൂട്ടൌട്ട് സഡൻ ഡെത്തിലേക്ക് നീങ്ങി. ആദ്യം കിക്കെടുത്ത ജർമ്മൻ താരം ജൊനാഥൻ ടായുടെ കിക്ക് പാഴായപ്പോൾ പിന്നാലെ പരാഗ്വേ വലകുലുക്കി. അതോടെ യൂറോപ്പിലെ വമ്പന്മാരായ ജർമ്മനിക്ക് ലോകകപ്പിന് പുറത്തേക്കുള്ള മടക്ക ടിക്കറ്റും പരാഗ്വേക്ക് പ്രീ ക്വാർട്ടറിലേക്കുള്ള യോഗ്യതയും ലഭിച്ചു. രാവിലെ നടന്ന അത്യന്തം വാശിയേറിയ പോരാട്ടത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നെതർലൻഡ്സിനെ 3-2 കീഴടക്കി മൊറോക്കോ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. നിശ്ചിത സമയത്തും അധിക സമയത്തും 1-1 സമനിലയായതോടെയാണ് മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത്. 71 മിനിറ്റുകളോളം ഗോൾ രഹിതമായി തുടർന്ന മത്സരത്തിൽ നെതർലൻഡ്സ് ആണ് ആദ്യം സ്കോർ ചെയ്തത്. 72ാം മിനിറ്റിൽ കോഡി ഗാക്പോയിലൂടെ ഡച്ച് ടീം ആദ്യം മുന്നിലെത്തി. എന്നാൽ ഇഞ്ചുറി ടൈമിന്റെ ആദ്യ മിനിറ്റിൽ തന്നെ മൊറോക്കോയുടെ മറുപടി എത്തി. ഇസ്സാ ഡിയോപ്പിന്റെ ഹെഡറിലൂടെയായിരുന്നു മൊറോക്കോയുടെ സമനില ഗോൾ. പ്രതിരോധത്തിലൂന്നിയുള്ള ഫുട്ബോളിന്റെ എല്ലാ സൗന്ദര്യവും നിറഞ്ഞു നിന്ന മത്സരത്തിൽ നെതർലൻഡ്സ് ഗോൾ കീപ്പർ ബാർട്ട് വെർബ്രൂഗിന്റെയും മൊറോക്കോ ഗോളി യാസിൻ ബോനോയുടെയും പ്രകടനം മികച്ചു നിന്നു. മൊറോക്കോയ്ക്കായി സൂഫിയാൻ റഹീമി, താൽബി, സായ്ബരി എന്നിവർ പെനാൽറ്റി സ്പോട്ട് കിക്കുകൾ വലയിൽ എത്തിച്ചപ്പോൾ എൽ ഐനോയും ക്യാപ്റ്റൻ അഷ്റഫ് ഹക്കീമിയും അവസരം നഷ്ടപ്പെടുത്തി.
നെതർലൻഡ്സിനായി കൂപ്പ് മെയ്നേഴ്സും വെർഗ്ഹോസ്റ്റും മാത്രം ഷൂട്ടൌട്ടിലൂടെ ലക്ഷ്യം കണ്ടപ്പോൾ ജസ്റ്റിൻ ക്ലൂയിവേർട്ടും ക്വിന്റൻ ടിംബറും സമ്മർവിലയും കിക്കുകൾ പാഴാക്കി. കൂപ്പ് മെയ്നേഴ്സ്, വെർഗ്ഹോസ്റ്റ് എന്നിവർ ലക്ഷ്യം കണ്ടപ്പോൾ സമ്മർവിലയുടെ ഷോട്ട് മൊറോക്കോ കീപ്പർ യാസിൻ ബോനോ തടുത്തിടുകയായിരുന്നു.